പിന്നോക്ക വിഭാഗങ്ങളെ കോൺഗ്രസിൽ പരിഗണിക്കുന്നില്ല. തോൽക്കുന്ന സീറ്റുകളിൽ മാത്രമാണ് ഈഴവരെ പരിഗണിക്കുന്നത്. അടൂർ പ്രകാശും സുധാകരനും നേതൃനിരയിലേക്ക് വരാൻ അർഹതപ്പെട്ടവർ. ആർ ശങ്കർ മുഖ്യമന്ത്രിയായ ശേഷം പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും ഒരു മുഖ്യമന്ത്രി വന്നിട്ടില്ല. കെ കരുണാകരൻ്റെയും എ കെ ആന്റണിയുടെയും കാലത്ത് പരിഗണന ലഭിച്ചിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണമായ കോടതി വിധിയെ മാനിക്കുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു. കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കോൺഗ്രസ്സിലെ ആദ്യ ഗവൺമെൻറ് ശ്രീ ആർ ശങ്കറുടെ നേതൃത്വത്തിലായിരുന്നു. ഇപ്പോൾ 62 വർഷം കഴിഞ്ഞു. ശങ്കറിന് ശേഷം അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ചില സമുദായങ്ങൾ ഈ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ തങ്ങളുടെ കുത്തക അവകാശം എന്ന രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു പരിതസ്ഥിതിയിൽ പിന്നോക്ക സമുദായത്തിൽ ഏതാണ്ട് ഇന്നുള്ളവരിൽ വെച്ച് നേതൃസ്ഥാനത്തിന് അർഹരായിട്ടുള്ളവരാണ് ഈ അടൂർ പ്രകാശും അതുപോലെ ശ്രീ സുധാകരനും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനുമൊക്കെ തന്നെയും. അതുകൊണ്ട് മുഖ്യധാരയിലേക്ക് നേതൃത്വ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ സർവ്വതാ അർഹരായിരിക്കുന്ന അവരെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തു, ശിവഗിരിയിലെ ഈ നിവേദനം പരിഗണിക്കണം, പ്രാവർത്തികമാക്കണമെന്ന്. അപ്പം അതുപ്രകാരം ജയിക്കുന്ന സീറ്റുകളിൽ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകി അവരെ സഹായിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം.